ഹലോ, നമ്മുടെ പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മുടെ കഴിഞ്ഞ ലെസണിൻ്റെ, അതായത് ഫീൽഡ്, ചാർജ് ആൻഡ് ഫീൽഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ് ഈ ചാപ്റ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം, ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടേം, ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടേമാണ്. ഓക്കെ കുഞ്ഞുങ്ങൾ, ഇതാ ഇവിടെ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഏതാണോ അതാണ് സോഴ്സ് ചാർജ്. സോ ദിസ് ഈസ് എ സോഴ്സ് ചാർജ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഇതിൻ്റേതായിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ ചാർജിൻ്റേതായിട്ടുള്ളൊരു ഫീൽഡ് ഇതിന് ചുറ്റുമുണ്ട്. ആ ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഓക്കെ, ആ ഫീൽഡിലുള്ള ഒരു പോയിന്റ്, ഞാൻ ആ പോയിന്റിനെ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ഫീൽഡിന്റെ ബൗണ്ടറിക്ക് പുറത്തുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈ പ്ലസ് ക്യൂ ചാർജിന്റെ ഫീൽഡിന്റെ ബൗണ്ടറിക്ക് പുറത്തുള്ള പോയിന്റ് ആണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫീൽഡ് എന്നുള്ളത് ഒരു റീജിയൻ ആണ്. അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ പെടാത്ത റീജിയനിലാണ് ഈ പോയിന്റ് ഉള്ളത്. നമ്മൾ സാധാരണ ഒരു സോഴ്സ് ചാർജിൻ്റെ ഫീൽഡിന് പുറത്തുള്ള പോയിന്റുകൾ നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ, ഫീൽഡിന് പുറത്തുള്ള ഏത് പോയിന്റും ഇൻഫിനിറ്റിയിലാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഇത് ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റാണ്. ഈ ഇൻഫിനിറ്റിയിലുള്ള ഈ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് എവിടെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ ഈ സോഴ്സ് ചാർജ് കാരണം എന്തെങ്കിലും രീതിയിലുള്ള അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുമോ? ഇപ്പോൾ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ആ യൂണിറ്റ് ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ ഒരിക്കലും ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഫീൽ ചെയ്യില്ല. അതുപോലെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായാലും ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ആ എന്താ പറയുക ഇൻട്രാക്ഷൻ ഫീൽ ചെയ്യാത്തത്? ബിക്കോസ് ദാറ്റ് ടെസ്റ്റ് ചാർജ് ഈസ് outside the region or outside the field of this source charge. അപ്പോൾ അതിൻ്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യില്ല. സപ്പോസ് ദിസ് ഈസ് ദി ബൗണ്ടറി ഓഫ് ദി ഫീൽഡ് ഓഫ് ദിസ് ചാർജ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു അറിയാവണം മക്കളെ? ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതായത് ഇതിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവരാം. ഫീൽഡിൽ ഇഷ്ടംമാതിരി പോയിന്റുകളുണ്ട്. ഞാൻ കൊണ്ടുവരുന്നത് ഈ ഫീൽഡിൽ നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എ എന്ന പോയിന്റിലേക്കാണ് ആ ചാർജിനെ കൊണ്ടുവരുന്നത്. സോ ബ്രിങ്ങിങ് ദാറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ദി സോഴ്സ് ചാർജ് നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മെല്ലെ 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 ഇതിനെ നീക്കിയിട്ട് നമ്മൾ എപ്പോഴാണോ അതിൻ്റെ ഫീൽഡിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് ചാർജിന് മുകളിൽ അതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ടെസ്റ്റ് ചാർജ് കാലെടുത്ത് വെക്കലും അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, എന്തുകൊണ്ട് ഈ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിനോടാ മക്കളെ? ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്, സോഴ്സ് ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ എന്താ പറയാ, ടെസ്റ്റ് ചാർജ്, ഈ ടെസ്റ്റ് ചാർജിനെ ഈ സോഴ്സ് ചാർജ് റിപ്പൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഈ അങ്ങോട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ വീണ്ടും ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എങ്ങോട്ടാ? റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടാ. ഓക്കെ, ആ റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്താലല്ലേടാ കുഞ്ഞുമക്കളെ, ഇതാ ഈ ഫോഴ്സിന് ഇത് എക്സേർട്ട് ചെയ്യുന്ന ഈ റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ആ ടെസ്റ്റ് ചാർജിന് നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ ഇൻഫിനിറ്റിയിലുള്ള ഒരു ടെസ്റ്റ് ചാർജിനെ ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് ഉറപ്പായിട്ടും വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്രയാണോ അതിനെ പറഞ്ഞ പേരാണ് ആ പോയിന്റിൽ, ഏത് പോയിന്റിലേക്കാണോ നിങ്ങൾ ആ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. സോ നമ്മുടെ ആദ്യത്തെ ഡിസ്കഷൻ ടോപ്പിക്
പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? നമ്മുടെ ലെസന്റെ ആദ്യത്തെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് വി. വി, ഓക്കെ, സ്മോൾ ലെറ്റർ വി. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. സോ നിങ്ങൾ അങ്ങനെ ഡിഫൈൻ ചെയ്യും. മറ്റൊന്നുകൂടി പറയാം. എന്താണ്? ഇൻഫിനിറ്റിയിലുള്ള ഒരു ടെസ്റ്റ് ചാർജിനെ ഒരു സോഴ്സ് ചാർജിന്റെ ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ സോഴ്സ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ടൊരു വർക്ക് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്രയാണോ അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എവിടുത്തെ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ എ ഫീൽഡ്. ഫീൽഡിലെ ഏത് പോയിന്റിലേക്കാണ് നിങ്ങൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത് ആ പോയിന്റിലുള്ള ഫീൽഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾ എന്നോട് പറ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ, ഈസ് ദി വർക്ക് ഡൺ to bring a unit positive test charge, to bring a unit positive test charge from infinity to that point against the electrostatic force. Okay, potential at a point is the work done to bring the unit positive test charge from infinity to that point against the electrostatic force of attraction. Okay, നമ്മൾ അപ്പോൾ അതിനെന്ത് കാണിക്കുന്നത് അറിയാമോ? പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഹിയർ പൊട്ടൻഷ്യൽ അറ്റ് എ. ഓക്കെ, സോ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു. നിങ്ങൾ എഴുതണേ. സോ വി എ is equal to VA is equal to the work done. എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരാം? ആരെ? വർക്ക് ഡൺ ടു ബ്രിങ് ദി Q0 ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ. ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക് എത്രയാണോ അതാണ് എയിലുള്ള പൊട്ടൻഷ്യൽ. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഓക്കെ, ഒരു സോഴ്സ് ചാർജിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ ഞാൻ വേറൊരു പോയിന്റ് എടുക്കുന്നു. ബി എന്ന പോയിന്റ്. എന്താണ് ബി എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും Q പ്ലസ് ക്യൂന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് ഒരു ടെസ്റ്റ് ചാർജിനെ ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണോ അതാണ് ബിയിലെ പൊട്ടൻഷ്യൽ, വിച്ച് ഈസ് ഈക്വൽ ടു W ഇൻഫിനിറ്റി ടു ബി ബൈ Q0. ഓക്കെ അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് എൻ്റെ കുഞ്ഞുമക്കളെ മനസ്സിലാക്കി. അതിനുള്ള ഇക്വേഷനും ക്ലിയർ ആയി. ഓക്കെ, ഇൻ നെക്സ്റ്റ് ഇനി നമ്മൾ ആ പൊട്ടൻഷ്യല് നിങ്ങൾ പറയണം. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് ദി ചാർജ് അല്ലേ? വർക്ക് ഈസ് ആക്ച്വലി എ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. Hence, potential also a scalar quantity. Potential is a scalar quantity. Potential ഒരു വെക്റ്റർ അല്ല. ഓക്കെ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതേസമയം ഫീൽഡിലെ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മൾ ഡിഫൈൻ ചെയ്ത പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി അടുത്തത് കുഞ്ഞുങ്ങളെ, അടുത്തത് ഇത് സോഴ്സ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ആയാലോ എന്ന് നിങ്ങൾക്ക് സംശയം വരും. അത് നമുക്ക് വഴിയെ പറയാം. സോഴ്സ് ചാർജ് നെഗറ്റീവ് ആയാലും നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ സോഴ്സ് ചാർജിന്റെ ഫീൽഡിൽ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് അല്ലേ ഡിഫൈൻ ചെയ്തത്, അല്ല സ്പെസിഫൈ ചെയ്തത്. ഞാൻ രണ്ട് പോയിന്റുകൾ എടുക്കുന്നു, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റ്. ഓക്കെ, എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റ്. സോ എ ആൻഡ് ബി ആർ ദി ടു പോയിന്റ്സ് in the field of plus Q. Okay, then
അണ്ടർസ്റ്റാൻഡ് എന്താണ് ആ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ അറ്റ് എ is the work done to bring the Q0 charge from infinity to A. Then what is potential at B? It is the work done to bring the unity positive test charge from infinity to B. Okay? അപ്പോൾ ഇത് കഴിക്കാം. അപ്പോൾ എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്നും ബി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. സപ്പോസ് നിങ്ങൾ ആദ്യം ആ Q0 ചാർജിനെ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നു. Q0 ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് എത്തിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് ഡൺ എന്താണ്? എ എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അറിയാവുക? എയിൽ നിന്ന് എയിലേക്ക് എത്തിച്ച ചാർജിനെ അവിടെ വെക്കാതെ അവിടെ നിന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അറിയാവുക? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ആക്ച്വലി ആദ്യം ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നു, എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ അവസാനം ചെയ്തത് എയിൽ നിന്ന് ബിയിലേക്ക് Q0 കൊണ്ടുവന്നതാണ്. Okay, and this quantity, that is, this is the quantity. What is that? This is the work done to bring the charge Q0 from A to B. എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾ Q0 കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡൺ ആണിത്. And this quantity is called potential difference. എന്താണ്? Potential difference between these 2 points. Potential difference between A and B. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും ഈ ക്വാണ്ടിറ്റി. എന്താ സംഗതി നോക്കണം. എ ആക്ച്വലി വാട്ട് ഈസ് വി എ? വി എ എന്താ? വി എ is W infinity to A by Q0 and VB is W infinity to B by Q0. ഇനി നിങ്ങൾ VB minus VA ഡിഫൈൻ ചെയ്ത് അത് ആക്ച്വലി എന്താണ്? W infinity to B by Q0 minus W infinity to A by Q0. ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്കിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്കിനെ നിങ്ങൾ മൈനസ് ചെയ്യും. ഇൻഫിനിറ്റിയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചാർജിനെ ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്കിനെ അതേ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ ഏത് വർക്കാണ് കൂടുതൽ? ഇതല്ലേ, കാരണം ഇതല്ലേ ചാർജ് സോഴ്സ് ചാർജിന്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ വാക്കിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് അല്ലേ അല്ലേ അല്ലേ? ഇതാ ഈ വാക്കിൽ നിന്ന് ഈ വർക്ക് മൈനസ് ചെയ്താൽ ഇതാ ഈ വർക്ക് കിട്ടും. എന്തൊരു സിമ്പിളാ. അപ്പൊ എന്താണത്? ആക്ച്വലി എന്താണത്? അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു, അതായത് ഈ പൊട്ടൻഷ്യലിൽ നിന്ന് ഈ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്തു. അതെന്താണ് ആക്ച്വലി? 2 പോയിന്റുകളിലെ പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പുതിയ ക്വാണ്ടിറ്റി ആണ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് B. Okay, what is that? It is the work done. നേരത്തെ നമ്മൾ പൊട്ടൻഷ്യൽ പറയുമ്പോൾ ചാർജിനെ എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്കാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ആ 2 പോയിന്റുകളും ഫീൽഡിൽ തന്നെയാണ്. പൊട്ടൻഷ്യൽ മാത്രം പറയുമ്പോൾ 2 പോയിന്റ് പറഞ്ഞില്ലേ, അതിൽ ഒരു പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്, ഒരു പോയിന്റ് ഫീൽഡിലാണ്. അതേസമയം പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ആ 2 പോയിന്റുകളും ഫീൽഡിൽ തന്നെയാണ്. ഓക്കെ, ഫീൽഡിലുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്നും മറ്റേ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? ആദ്യത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ.
സോ നിങ്ങൾ ഡിഫൈൻ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്താൽ പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫൈൻ ചെയ്യുന്നത് പ്രയാസമല്ല. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് from one point to another in the field against electrostatic force of attraction. Sorry, against electrostatic force of repulsion. Attraction അല്ല, repulsion എതിരായിട്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ആക്ച്വലി ഇതാ പ്ലസ് ക്യൂ ചാർജിന്റെ സോഴ്സിലെ പ്ലസ് ക്യൂ ചാർജ് എന്ന് പറയുന്ന സോഴ്സ് ചാർജിന്റെ ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, ബിയും എ. VA എന്താണ്? VA is the potential at A and VB is the potential at B. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? B എന്ന പൊട്ടൻഷ്യലിൽ നിന്നും A എന്ന പൊട്ടൻഷ്യൽ മൈനസ് ചെയ്തു. അതായത് ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്കിനെ എയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്കിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് കിട്ടും. എടാ ഇത് ആക്ച്വലി ഇതാണ് W infinity to B minus by Q0 minus W infinity to A by Q0 which is equal to WA to B, right? A to B Q0. So WA to B Q0 is actually VB minus VA. രണ്ട് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എത്രയാണ് ഇത് നോക്കുക. ആക്ച്വലി നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞിട്ട് എന്താണ് എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ? എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ് ആക്ച്വലി നിങ്ങൾ പറഞ്ഞത്? W ഇൻഫിനിറ്റി ടു A ബൈ Q0 എന്നല്ലേ? ഇതും ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. ഇതെന്താ അറിയാം? VA എന്ന് പറഞ്ഞാൽ എന്താണ്? WAB ബൈ Q0 VB മൈനസ് VA അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് VA minus V infinity. VAB by WAB by Q0 പറഞ്ഞാൽ VB minus VA. അപ്പോൾ ആക്ച്വലി V infinity by infinity A by Q0 എന്നാണ് VA minus V0 അല്ല V infinity. ഈ V infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആണ്. എടാ ഫീൽഡിന്റെ പുറത്ത് ഒരു ചാർജ് ഉണ്ട്, അതിന് ആർന്ന് ഇങ്ങോട്ടോ നീക്കാൻ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യണ്ടല്ലോ. കാരണം ഇതിന്റെ അടുത്ത് വേറൊരു ഫീൽഡ് ഇല്ലല്ലോ. അപ്പൊ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അവിടുത്തെ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഫീൽഡിലുള്ള ഒരു പോയിന്റ്, ഒന്ന് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുത്തു. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് പോയിന്റും ഫീൽഡിൽ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് V is equal to W by Q. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. പക്ഷെ അതിലൊരു പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്, ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇൻഫിനിറ്റി അല്ല, രണ്ട് പോയിന്റ് ഫീൽഡിൽ തന്നെയാണ്. അപ്പൊ ആ രണ്ട് പൊട്ടൻഷ്യലും 0 ആയിട്ട് പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എന്നും എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും എന്റെ കുഞ്ഞു മക്കളെ മനസ്സിലാക്കി. അടുത്തത് അപ്പൊ ഈ രണ്ട് പൊട്ടൻഷ്യൽ ആയാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും രണ്ടും എന്താണ്? രണ്ടും സ്കേലാറാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്? എന്താണ്? W by Q അല്ലേ? W യൂണിറ്റ് എന്താ? ജൂള്. അപ്പൊ ജൂൾ പെർ കൂളം. Okay, joule per coulomb is called a volt. So the unit of potential difference is volt. അതിന്റെ സിംബൽ ആണ് ക്യാപിറ്റൽ V. അതായത് സ്മോൾ ലെറ്റർ V യുടെ യൂണിറ്റ് ആണ് ക്യാപിറ്റൽ V. ഓക്കെ അല്ലേ? സ്മോൾ ലെറ്റർ V യുടെ യൂണിറ്റ് ആണ് ക്യാപിറ്റൽ V. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് നോക്കിയാലോ. What is the dimensional formula of potential or potential difference? This is the unit of potential or potential difference. The dimensional formula of potential, which is actually the dimensional formula of work by dimensional formula of charge. അല്ലേ?
എന്താണ് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല? ml² t⁻², അല്ലേ? ml² t⁻² ഡിവൈഡഡ് ബൈ എന്താണ് ക്യൂവിൻ്റെത്? AT, അല്ലെ? എന്താണ് ആംബിയർ ആണ്, കറണ്ട്, അല്ലേ? അപ്പൊ ഇതെന്താ? ml² t⁻3 a⁻1. Okay, so this is the dimensional formula of potential difference or potential. രണ്ടായാലും തന്നെ കേട്ടോ. Then ഇത് നമുക്ക് പറയാനുള്ളതല്ലോ കുഞ്ഞുങ്ങളെ. ഇല്ല, ഫീൽഡിലുള്ള രണ്ട് പോയിന്റുകൾ ഇവിടെയാണ് ടെസ്റ്റ് ചാർജ് ഉള്ളതെന്ന് വിചാരിക്കാം. ടെസ്റ്റ് അല്ല, സോഴ്സ് ചാർജ്. ദിസ് ഈസ് ദി സോഴ്സ് ചാർജ്. ആ സോഴ്സ് ചാർജിന്റെ ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് എ ബി. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് VB മൈനസ് VA. ഓക്കെ, ആക്ച്വലി ദിസ് ഈസ് ഈക്വൽ ടു WA to B, അല്ലെ? WA to B by Q0. Q0 എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ്. ക്വസ്റ്റ്യനിലാണ് എപ്പോഴാണ് ഈ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് അല്ലേ? എപ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുന്നത്? അതായത് we have to define what is 1 volt potential difference. Definition of a 1 volt potential difference. ഒരു ഫീൽഡിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആകുന്നത് എപ്പോൾ? സിമ്പിൾ ആണ്. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB മൈനസ് VA is actually WAB by Q0. Suppose if WAB is equal to 1 joule, okay, and Q0 is equal to 1 coulomb. ഇതിന്റെ മീനിങ് എന്താ? ചാർജിന് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് ഒരു ജൂളാണ്. That is the work done to bring the charge from one point to another. That work done is now 1 joule. ഇനി അങ്ങനെ കൊണ്ടുവന്ന ചാർജിന്റെ അളവെത്ര? അതൊരു കൂളം. അങ്ങനെയാണെങ്കിൽ എന്താണ്? VB മൈനസ് VA which is potential difference. What is that? 1 by 1. 1 by 1 is 1. Okay. എന്താണ്? WAB by Q0 ന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. 1 വോൾട്ട്. കണ്ട? അപ്പൊ എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയത്? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? If 1 joule work is done to bring or to move 1 coulomb charge from one point to another in the field against electrostatic force. Okay, if 1 joule work is done to move 1 coulomb charge from one point to another in a field against electrostatic force, then the potential difference between those 2 points is said to be 1 volt. Okay അല്ലേ? അപ്പോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് യൂണിറ്റ്? പൊട്ടൻഷ്യലിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും യൂണിറ്റ് സെയിം ആണ്. എന്താണ് അതിന്റെ പിന്നെ ഡയമെൻഷണൽ ഫോർമുല? എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ് എന്ന് പറയുന്നത്? ക്ലിയർ ആണല്ലോ? എപ്പോഴും ഓർമ്മിക്കുക, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതിൽ ഒരു പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, അപ്പോൾ പുതിയ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.